SHOUBAD। हाँ शौबाद सर्च करो वो पहले वाला वही है। वही है। ओ सब्सक्राइब मैंने सब्सक्राइब किया। हाँ वही है पहले हमारा नाम आएगा सर्च करेगा डालेगा। हाँ बिल्कुल डालेगा इंशाल्लाह इंशाल्लाह आज आज रात में डालेगा। ये क्या है ये मलबारी में क्या बोलेगा? चीरा चीरा मलबारी में क्या बोलेगा? अफगान में क्या बोलेगा इसको? चीरा सही में रुंजा का। हाँ हाँ ये वही है मलबारी में वही है चीरा चीरा बोलेगा। एक क्या बोलते हैं? ये हमारा मल्ली चप धनिया उसको मलबारी में मल्ली चप बोलेगा मल्ली चप। हाँ അസ്തമിച്ച് തുടങ്ങാൻ പോവാണ് നമുക്ക് ബുർജ് ഖലീഫ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ അക്കമഡേഷൻ. അപ്പോൾ ഇന്ന് ലീവ് ദിവസമാണ് ഞാൻ ലീവായിട്ട് അങ്ങനെ റൂമിലിരിക്കുമ്പോഴാണ് തോന്നിയത് ദുബായിലുള്ള അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ടല്ലോ സെൻട്രൽ മാർക്കറ്റ് UAE എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിലേക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷ്യസാധനങ്ങൾ വരുന്ന മാർക്കറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മാർക്കറ്റിലേക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ. ശരിക്കും ദുബായ് ആണോ എന്നുള്ള അറിയില്ല അതുപോലെയാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ അതാ സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കമ്പനീൻ്റെ പരസ്യം വരുന്ന കൂടാതെ UAEൻ്റെ ഫ്ലാഗൊക്കെ വഴി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തും കേട്ടോ. മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് കേട്ടോ ഈ മാർക്കറ്റിൽ വരുന്ന. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും അതായത് നമ്മളെ നാട്ടിൽ നിന്നുള്ള കുരുമുളക് അതേപോലെ തന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടത്തേക്കാണോ വരുന്നത്? അല്ല കേട്ടോ ഇവിടെ പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് ഈ മാർക്കറ്റിൽ വരുന്നത്. ഈ ഏരിയയിലൊക്കെ ഒരുപാട് സ്റ്റോറുകളുണ്ട്. കിലോമീറ്റർ കണക്കിന് ചുറ്റളവുള്ള ഒരു മാർക്കറ്റാണിത്. ഇത് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനും അതേപോലെ മാർക്കറ്റിലേക്ക് വരാനുള്ള വഴിയാണ്. അതേപോലെ തന്നെ ഈ റൗണ്ട് അബൌട്ടിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടും പുറത്തേക്കുള്ള റോഡുണ്ട് അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള റോഡുണ്ട്. ഈ കണ്ടെയ്നർ വന്ന വഴിയാണ് മാർക്കറ്റിലേക്കുള്ള വഴി. മറ്റുള്ള രാജ്യങ്ങളിൽ അതായത് അടുത്തുള്ള രാജ്യങ്ങൾ ഈജിപ്ത് ലബനാൻ സൗദി സുഡാൻ ഇറാൻ ഇതേപോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇതേപോലെയുള്ള കണ്ടെയ്നറിലാണ് ഇവിടെ സാധനം വരിക കേട്ടോ. ഇത് ബൈ റോഡ് വരുന്നുണ്ട് കടൽ വഴി വരുന്നുണ്ട്. കടൽ വഴി വരുന്നത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നതാണ്. ഇതായി പോകുന്ന കണ്ടെയ്നർ കണ്ടില്ല ഞങ്ങൾ ഇതൊക്കെ ഇവിടെ പോർട്ടിൽ വന്നിട്ട് അവിടുന്ന് ക്ലിയറൻസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതാണ്. അതല്ലാതെ ബൈ റോഡ് വരുന്നുണ്ട്. ഇറാൻ എന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നാലും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രിക് റിക്ഷയാണ്. ഇത് ചൈന കമ്പനിയാണ് ഇവിടെ നടത്തുന്നത്. ഇതിലുള്ള തൊഴിലാളികൾ മുഴുവൻ ആ കമ്പനിയിലുള്ള വിസക്കാരാണ്. ഒരു 2000-ഓളം ആളുകൾ ഈ റിക്ഷേൻ്റെ കമ്പനിയിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആ കമ്പനീൻ്റെ വിസയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ റിക്ഷ ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ എമിറേറ്റ്സ് ID വേണം. ഇതാണ് ഇവിടുത്തെ റിക്ഷ. ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഇന്ത്യക്കാർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലയാളികൾ 2 ആളുകൾ മാത്രമാണ് ഈ റിക്ഷയിൽ ഇവിടെ ജോലി ചെയ്യുന്നത് കേട്ടോ. ഇതിൽ പോകുന്നത് പച്ചമുളകാണ്. നമ്മളെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്ന പച്ചമുളക് ഇപ്പോൾ ദുബായ് മാർക്കറ്റിൽ കൂടെ അങ്ങനെ വിലസാണ്. ഇവിടുന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബറാത്തുകൾ ഇവിടെ നിർത്തിയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ അയൽരാജ്യങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കേട്ടോ. അതായത് റോഡ് വഴി വരുന്നതാണ് ഈ കണ്ടെയ്നറുകൾ മുഴുവൻ. ഇതിവിടെ കൊണ്ടുപോയി നിർത്തും. ഇന്ന് വന്നാൽ ശരിക്കും ഇന്ന് തന്നെ തീരും സാധനം. അതുപോലെയുള്ള സാധനങ്ങളാണ് വരിക. ഈ സംഭവം എന്താണെന്നറിയാം നിങ്ങൾ ഇതിവിടെയുള്ള ഗവൺമെൻറ് ചെയ്യുന്ന സൗകര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അറിയേണ്ടത്. സൈക്കിളുകൾ കണ്ടോ നിങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഈ സൈക്കിളുകൾ നിർത്തിയിടാൻ വേണ്ടിയിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ അതേപോലെ ജീപ്പ് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാക്കുമല്ലോ. അതേപോലെ സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയിട്ടതാണ് ഈ ഒരു സംഭവം. അങ്ങനെ മാർക്കറ്റിൻ്റെ ഉൾവശം കേട്ടോ. അത് ലോക്കലാണ്. ബൈഗൺ ഞങ്ങൾ വഴുതനങ്ങ ലോക്കൽ അതേപോലെ കുക്കുംബർ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ റിക്ഷയാണ് ഇവിടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല തിരക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ തന്നെ ഉള്ള ഇതുണ്ടാവില്ല. അതുപോലെ തിരക്കാണ്. കോളിഫ്ലവർ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇഷ്ടംപോലെ ലോക്കൽ സാധനങ്ങൾ വരാനുണ്ട്. ലോക്കൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അയൽരാജ്യങ്ങളും ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ. ഇത് പച്ചക്കറി വിൽക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം പഴങ്ങൾ വിൽക്കുന്ന മാർക്കറ്റും ഉണ്ട്. ഈ ഒരു ഏരിയ മുഴുവൻ ഇലകൾ മാത്രം വിൽക്കുന്ന ആളുകളാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകളാട്ടോ അവിടെ ഇലക്കച്ചവടം ചെയ്യുന്നവർ മുഴുവൻ.
അങ്ങനെ ഓരോന്നിനും ഓരോ രാജ്യക്കാരാണ്. തക്കാളി വെക്കുന്നത് ബംഗ്ലാദേശാണ്, അതേപോലെ ഉള്ളി വെക്കുന്നത് പാകിസ്ഥാനികൾ, ഇന്ത്യക്കാർ, അങ്ങനെയാണ്. പിന്നെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് അധികവും മലയാളികളാണ്. ദുബായിൽ ഒരുപാട് ആൾക്കാർ വിസിറ്റ് വന്നിട്ടുണ്ടാവും, ബുർജ് ഖലീഫയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ മാർക്കറ്റ് ഒരുവിധ ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ആ രാജ്യത്തിൽ ഭക്ഷണം വിൽക്കുന്ന സ്ഥലമാണ് മാർക്കറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പച്ചക്കറി മാർക്കറ്റില്ലേ, അതിൻ്റെ ഒരു വലിയ, നമുക്കെന്താ പറയുക, സങ്കല്പിക്കാൻ പറ്റാത്തൊരിതാണ്. അൽഹംദുലില്ലാ, कैसे? अल्हम्दुलिल्लाह. किधर आप? अफगानिस्तान है ना? अफगानिस्तान. ഇവിടെ ഫുള്ള് ഇല വെക്കുന്ന ആളുകൾ മുഴുവൻ അഫ്ഗാനിസ്ഥാൻ. ആ वीडियो यूट्यूब में डाल. पीछे हाँ ഇതെന്താ പറയുക, ഇതാണ് ബഹുദനീസ്. ഇത് ബഹുദനീസിന് ഒരു പ്രത്യേകത ഉണ്ട്. ബഹുദനീസ് ക്യാ ഫായദ इसको? ये ओ अपना कुछ दर्द है तो जाएगा, इसका पानी पिएगा तो. हाँ हाँ हाँ, ये नहीं यूट्यूब में डालने के लिए. हाँ केरला बहुत फायदा ये खाएगा तो. ആ ഇവിടെ അറബികളൊക്കെ കഴിക്കുന്ന, അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സലാഡിന് കഴിക്കുന്ന സാധനമാണ് ജർജർ. ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ആ അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലീവ്സ് കച്ചവടം ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകളാട്ടോ. ഇതാണ് മാർക്കറ്റിലുള്ള വിശേഷം. പല രാജ്യക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഒരുപാട് തരം ഇലകൾ. ഇത് റാഡിഷാണ്, മുള്ളങ്കി ഉണ്ടല്ലോ, മുള്ളങ്കി. ഇത് അതിൻ്റെ ഇല കൂടെയാണ് വരുന്നത്. ഇതാണെങ്കിൽ പുതിനയൊക്കെ എന്ത് ഫ്രഷാണ്, ലീവ്സൊക്കെ നല്ല ഫ്രഷാണ്. എല്ലാ ആളുകളും അഫ്ഗാനിസ്ഥാൻ സ്വദേശികളാണ് ഇവിടെ ഇലക്കച്ചവടം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ ആളുകളാണ് ഇവിടെ. തക്കാളി കച്ചവടം ചെയ്യുന്നത് കൂടുതലായിട്ട് ബംഗ്ലാദേശികളാണ്. ഇതേപോലെ ഇല കച്ചവടം ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനികളാണ്. അതുപോലെ ഉള്ളി നമ്മളെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് കൂടുതൽ. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. സുഡാനിൽ നിന്ന് വരുന്നുണ്ട് ഉള്ളി, അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. हाँ कैसे? अच्छे. नाम क्या आपका? दीन मोहम्मद. यूट्यूब कौन सा क्या नाम है यूट्यूब का? हमारा शौबाद. ओके ओके ओके. इधर पूरा ये पता पूरा अफगानी लोग है ना? पूरा पूरा मार्केट में कितने मिलेगा? 3 आदमी मिलेगा पाकिस्तानी, बाकी पूरा अफगानिस्तान. ये देखो माशाल्लाह, ये देखो माशाल्लाह नंबर 1 वाला है. हाँ अफगानी लोग ज़्यादा है. यूट्यूब हम इंडिया केरला. हैं? यूट्यूब का नाम क्या है? यूट्यूब का नाम शौबाद. इंडिया वाला तो बहुत शौबाद SHOUBAD. सर्च करो सर्च करो सर्च करो. फिर हम लोग कमेंट करेगा, तुम्हारा यूट्यूब आगे जाएगा. अब वो यूट्यूब में डाले. अब कितना साल हो गया इधर मार्केट में? 19 साल हो गया. 19. हम 20 साल हो गया. 19 साल हो गया हम. ओके भाई, अस्सलाम वालेकुम. അപ്പോൾ ഇതാണ് മാർക്കറ്റിലുള്ള കച്ചവടം കേട്ടോ. ഇവിടെ സാധനം എടുക്കാൻ വരുന്നവർ മുഴുവൻ ഒരു 99% മലയാളികളാണ് കേട്ടോ. എന്ത് വലിയ മാർക്കറ്റാണ് നോക്കി. ഇതൊക്കെ ജോർദാനിൽ നിന്ന് വരുന്ന തക്കാളിയാണ്. ഇതേപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന സാധനങ്ങളും ഉണ്ടാവും. ഇത് സൈക്കിളിൻ്റെ സ്റ്റാൻഡ് കണ്ടെങ്കിൽ ഇത് മാർക്കറ്റ് മുഴുവൻ ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താം, കാരണം ഒരുപാട് ലെങ്ത് ആവുമല്ലോ ഇത്. ഇതാണ് മാർക്കറ്റ്, ദുബായിലെ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും വരുന്ന ഒരു മാർക്കറ്റ്. ഇന്ത്യേൻ്റെ അനാറാണിത്, ഉറുമാമ്പഴം ഇന്ത്യേൻ്റെ വരുന്നതാണ്. ഇത് വേറെ സ്ഥലത്താവും നിർത്തുക, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്കറ്റിലേക്ക് പല ഭാഗങ്ങളിലേക്കും റിക്ഷയിൽ ഇങ്ങനെ കൊണ്ടുപോയി. അതിന് വേണ്ടിയിട്ടാണ് റിക്ഷ ഉപയോഗിക്കുന്നത്. റിക്ഷയ്ക്ക് ഒരു ട്രിപ്പിന് 15 ദിറംസ് 20 ദിറംസാണ് ചാർജ് വരിക കേട്ടോ. പക്ഷേ ഈ റിക്ഷ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസയുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ്ടെങ്കിൽ ഈ റിക്ഷ ഇഷ്ടം പോലെ ഇങ്ങനെ മാർക്കറ്റിൽ കാണാൻ പറ്റും. ഇത് വരുന്നത് കോളിഫ്ലവർ അല്ല ഐസ്ബർഗാണ്. ഐസ്ബർഗ് ലെറ്റസാണ് ഈ പോകുന്നത്. ഇതേപോലെ ഓരോ സാധനങ്ങളും ഓരോ സ്റ്റോറിൽ നിന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി ഇറക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റിക്ഷ, ഇലക്ട്രിക് റിക്ഷ. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാൻ പറ്റില്ല. അത് അടിപൊളി സാധനമാണ്. എന്തായാലും അപ്പോൾ നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ കാണാം.
ഞാനൊരു വലിയ വീഡിയോ കുറേ കാലത്തിൻ്റെ ശേഷം പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫോളോ ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ.